ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവങ്ങൾ പഠിപ്പിക്കുകയോ അതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രോയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് എൻ്റെ ചില അനുഭവങ്ങൾ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. കൂടെ നിങ്ങളൊരു ഉപദേശവും വേണമെങ്കിൽ പറയാം. അപ്പോൾ ഉപദേശമായിട്ടൊന്നും കരുതിയില്ലെങ്കിലും നിങ്ങൾ ഇക്കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടുന്നതാണ്. മറ്റൊന്നുമല്ല, ഈ പെർഫെക്ഷനിസ്റ്റുകൾക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ് ഞാൻ ശരിക്കും പറയാനായിട്ട് പോകുന്നത്. കാര്യം നിങ്ങൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ഇറങ്ങുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ ബ്ലോഗിങ് ആയാലും യൂട്യൂബ് ചാനലായാലും ഇതൊക്കെയായിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്ന് പറയുന്നത് പലപ്പോഴും ഈ പെർഫെക്ഷനിസ്റ്റിന് പറ്റുന്ന അബദ്ധങ്ങൾ, അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാര്യം നമ്മൾ പലപ്പോഴും ഓരോ മേഖലയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. ഓരോ സെക്ഷനും അത് ക്യാമറ കൈകാര്യം ചെയ്യുമ്പോഴോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രാഫിക്സ് സൈഡാണെങ്കിലോ അതിൻ്റെ വെബ്സൈറ്റ് സൈഡാണെങ്കിലോ എന്തായിക്കോട്ടെ, ഇതിലെല്ലാം നമുക്ക് പെർഫെക്ഷൻ വേണമെന്നാണ് നമ്മൾ ഓരോ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ശരിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എൻ്റെ തന്നെ കാര്യം എടുത്തുകയാണെന്നെങ്കിൽ ഞാനൊരു DSLR ക്യാമറ മേടിച്ചു. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും അതിൻ്റെ മറ്റു കാര്യങ്ങളും പഠിക്കാനായിട്ട് തന്നെ ഏകദേശം ഞാൻ 1 വർഷത്തോളം നഷ്ടപ്പെടുത്തി കളഞ്ഞു. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഗ്രാഫിക്സ് ആണെങ്കിലും ലോഗോ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിനകത്ത് ഓരോ റിസർച്ചുകൾ നടത്തുകയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എഴുത്താണെന്നുണ്ടെങ്കിലും ഈവൻ ഫോണ്ടിന് തന്നെ നമ്മൾ ഒരുപാട് സമയം കളയും ഈ ഫോണ്ടിനെ കുറിച്ച് പഠിക്കാനും എങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ നമ്മൾ ഈ ഇത്രയും പെർഫെക്ഷനായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോഴത്തേക്ക് സമയം കടന്നു പോവുകയാണ്. പലപ്പോഴും നമുക്ക് കണ്ടൻറ്റുകൾ നിർമ്മിക്കേണ്ട സമയമാണ് ഇതിന് വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങൾ യൂട്യൂബ് ചാനലാണെങ്കിൽ യൂട്യൂബ് ചാനലിലോട്ടങ്ങ് ഇറങ്ങുക. മിനിമം വേണ്ടുന്ന കാര്യങ്ങൾ, അത്യാവശ്യം ക്യാമറയും നല്ല സൗണ്ട് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഇറങ്ങുക. അതിനുശേഷം നമ്മളെ ചാനൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് ഓരോ മാറ്റങ്ങൾ നമുക്ക് വരുത്തി കൊണ്ടുവരാൻ പറ്റുന്നതാണ് ഈസി ആയിട്ട്. അതിന് ബ്ലോഗിങ്ങിൻ്റെ കാര്യം എടുത്താൽ തന്നെയും നമ്മൾ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ടെംപ്ലേറ്റ് എടുത്ത് നമ്മൾ ആർട്ടിക്കിളുകൾ എഴുതി തുടങ്ങുക, അതല്ലെങ്കിൽ കണ്ടൻറ്റുകൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങുക. അതിനുശേഷം നമ്മൾ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കുകയും അത് നമ്മുടെ സൈറ്റിലാണെങ്കിലും നമ്മുടെ ചാനലിലാണെങ്കിലും ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാണ്. എൻ്റെ ചാനലോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലോഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് പതുക്കെ വന്നിട്ടുള്ളതായിട്ട് കാണാം. അതിൻ്റെ തമ്പ്നെയിൽസ് ആയാലും അതിൻ്റെ കണ്ടൻറ്റിൻ്റെ രീതി ആയാലും അതിൻ്റെ ലൈറ്റിംഗ് ആയാലും. ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പുതുതായിട്ടൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഓരോന്നും അതിന് ശേഷവും ഓരോ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് അതിൽ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് വിചാരിക്കുകയാണ്, ഞാൻ കളഞ്ഞു കുളിച്ച 2 വർഷത്തോളം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും പെർഫെക്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ട് പഠിച്ച സമയം അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവരുത്. നിങ്ങളെല്ലാവരും കണ്ടൻറ്റ് നിർമ്മിച്ചു തുടങ്ങുക. അതിനുശേഷം വരുന്ന ഓരോ പോരായ്മകളും ഓരോന്നായിട്ട് പരിഹരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി കണ്ടൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ദിവസം 1-2 മണിക്കൂർ ഇതിനു വേണ്ടി പുതുതായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ ബ്ലോഗിനെ കുറച്ചുകൂടി നല്ലതാക്കാനായിട്ട് എന്താ ചെയ്യുക, അല്ലെങ്കിൽ ആ മേഖലയെക്കുറിച്ച് ഓരോ സെഷനായിട്ട് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അടുത്തൊരു കാര്യം വെച്ചാൽ, പല ആൾക്കാരും വിളിക്കുന്ന സമയത്തും സംശയം ചോദിക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നൊരു കാര്യമാണ്, എല്ലാ കാര്യങ്ങളുടെ ഒരുമിച്ച് പഠിക്കണം. SEO എന്ന് കേൾക്കുന്ന സമയത്ത് ഇതിപ്പോൾ എനിക്കിതെല്ലാം പഠിക്കണം, ഇതെല്ലാം പഠിച്ച് ഞാൻ മുന്നിൽ കയറണം എന്ന് ചിന്തിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ അത്രയും കടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യമില്ല. ഇതെന്ന് പറയുന്ന ഒരു വലിയൊരു മേഖലയാണ്. അതിൽ ഓരോ സെക്ഷനും പഠിച്ചതിന് ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കുക. അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഇത് ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിലായിരിക്കും റിസൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് റിസൾട്ട് തരുന്നതെന്നനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നും മാറ്റം വരുത്തി കൊണ്ട് നോക്കുക. അതുപോലെ തന്നെ അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയും അത് അപ്ലൈ ചെയ്ത് നോക്കുകയും വേണം. അതല്ല നമ്മളിതെല്ലാം കൂടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു കോഴ്സ് ചേർന്നിട്ട് അതെല്ലാം കൂടെ പഠിച്ചുകൊണ്ട് ചെന്നതിന് ശേഷം ഇത് ഒരുമിച്ച് ഒരു സൈറ്റിലോ അല്ലെങ്കിൽ ചാനലിലോ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. കാര്യം അങ്ങനെയല്ല പ്രാക്ടിക്കൽ. നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കുകയും അത് അപ്ലൈ ചെയ്യുകയും അത് കറക്റ്റ് ചെയ്യുകയും വീണ്ടും അപ്ലൈ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ കൃത്യമായ രീതിയിലുള്ള റിസൾട്ട് അതിന് കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ ഇതിനൊരു കാത്തിരിക്കാനുള്ളൊരു മനസ്സ് വേണം. നമ്മളത് ബ്ലോഗാണെന്നുണ്ടെങ്കിലും യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും അത് കാത്തിരിക്കാനുള്ള മനസ്സോടുകൂടി വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. അതായത് പെട്ടെന്ന് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ക്യാഷാണ് നമ്മുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ തുടങ്ങി ഒരു 3-4 മാസം അല്ലെങ്കിൽ കൂടിപ്പോയാൽ 6 മാസത്തിനുള്ളിൽ തന്നെ ഇത് നിന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ഷമയോടുകൂടി ഇന്ന് മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വിജയിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെന്ന് പറയുന്നത്, കണ്ടൻറ്റ് എപ്പോഴും നിർമ്മിക്കുന്നതിന് നല്ല പ്രാധാന്യം കൊടുക്കുക. അതല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് ഓവറായിട്ട് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ
കണ്ടന്റ് കുറയും. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് നമ്മളുടെ ഓരോ സെക്ഷനും നമുക്ക് സുഹൃത്തുക്കളോ മറ്റു കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ സെക്ഷൻ കൈകാര്യം ചെയ്യാനായിട്ട് അവർ മനസ്സോടുകൂടി ചെയ്തു തരുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം നല്ലൊരു തമ്പിനയിൽ ഡെവലപ്പ് ചെയ്യാനോ അതല്ല അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ളവരിൽ നിന്നൂടെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. കാര്യം അത്രയും കൂടുതൽ നമുക്ക് നമ്മുടെ കണ്ടന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ നമുക്കറിയാം സ്വന്തമായിട്ട് ഇതെല്ലാം കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ലാഭമാണ്, മറ്റു രീതിയിലൊന്നും ബുദ്ധിമുട്ടുകളില്ല. പക്ഷേ പലപ്പോഴും ഇതിനു വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കുന്നത് കാരണം നമ്മളെ മെയിൻ കണ്ടന്റ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഒരു യൂട്യൂബ് ചാനലാണ് പ്രത്യേകിച്ച് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൗണ്ടിനെ കുറിച്ചാണെങ്കിലും അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ചും നമ്മുടെ ക്യാമറാസിനെ കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ആദ്യമൊക്കെ ശ്രദ്ധിക്കും. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് സമയം നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് വേസ്റ്റാണ്. പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള സമയത്തെ കുറിച്ചിട്ടാണ് മറ്റ് വീഡിയോകളിലൊക്കെ വരുന്നത്. പലപ്പോഴും നമ്മളത് ഒരുപാട് നേരം അത് കാണുകയും പക്ഷേ നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യത്തിൽ അത് മേടിച്ച് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പക്ഷേ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയാറുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ഇത് പെർഫെക്ഷനിസ്റ്റുകളെ കുറിച്ച് അല്ലെങ്കിൽ ഒരുപാട് പെർഫെക്റ്റ് ആകരുത് എന്ന് പറയുന്നത് കൊണ്ട് വളരെ മോശമായിട്ടുള്ള കണ്ടന്റുകൾ നിർമ്മിക്കണമെന്ന് അതിന് അർത്ഥമില്ല. എപ്പോഴും ക്വാളിറ്റി എന്ന് പറയുന്നത് അതിലൊരു കോംപ്രമൈസും ഇല്ല. അപ്പോഴെന്ന് പറഞ്ഞത് പക്ഷേ അത് അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി മാത്രം ഒരുപാട് സമയം കളയരുതെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങളാണ് സൈറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ വേണം. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് നമ്മൾ സമയം മെനക്കെടരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് മോശമായിട്ടുള്ള ഓഡിയോയും അല്ലെങ്കിൽ വീഡിയോയും ഉള്ള ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ അത്ര ഭംഗിയില്ലാത്തൊരു ടെംപ്ലേറ്റ് പെട്ടെന്ന് ലോഡാവാത്ത ഒരു വെബ്സൈറ്റ് ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. മിനിമം വേണ്ടുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം നമുക്കൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ബ്ലോഗിങ്ങോ നമുക്ക് തുടങ്ങാൻ പറ്റത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ചാനൽ പുറത്തിറങ്ങത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന അറിവ് വെച്ച് തുടങ്ങുകയും അതിനുശേഷം അത് നല്ല രീതിയിലാക്കി മാറ്റുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ഓരോ വർഷം കഴിയുന്തോറും ഈ മേഖല എന്ന് പറയുന്നത് വളരെ ആൾക്കാർ വരുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് ഒരു വർഷം മുന്നേ അല്ലെങ്കിൽ 2 മാസം മുന്നേ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഇതുപോലുള്ള ഇടയ്ക്ക് ചെറിയ ചെറിയ ടിപ്സുകൾ കൂടെ ഞാൻ പറയാം എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള. അപ്പോൾ അതല്ലാതെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കാണണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആ ബെല്ല് കൂടെ അമർത്തിയേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.